യാത്ര ഇപ്പോൾ വണ്ടാനത്തേക്ക് എത്തിയിരിക്കുന്നു. അടുത്തത് ലക്ഷ്യസ്ഥാനമായ വേലിക്കകത്ത വീട്ടിലേക്ക് എത്തിച്ചേരാൻ ഇനി കുറച്ചു സമയം കൂടിയേ ബാക്കിയുള്ളൂ. അവിടെ കാത്തിരിക്കുന്ന ജനസഹസ്രങ്ങളുണ്ട്, വഴിയുടനീളം കണ്ട ആളുകളുണ്ട്. അവരെയൊക്കെ കാണാൻ അനുവദിച്ചുകൊണ്ട്, അവർക്കൊക്കെ അന്തിമോപചാരം അർപ്പിക്കാൻ അനുവദിച്ചുകൊണ്ടാണ് ആ യാത്ര ഇപ്പോൾ കടന്നു വരുന്നത്. ഇനിയിപ്പോൾ വേലിക്കകത്ത വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെയും വികാരനിർഭരമായ രംഗങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. അദ്ദേഹത്തിൻ്റെ ജന്മനാട്, അദ്ദേഹം എല്ലാ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളിലൂടെയും കടന്നുപോയ അതിനൊക്കെ സാക്ഷിയായ വേലിക്കകത്ത് വീട് ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രം കൂടിയായിരുന്നു വേലിക്കകത്ത് വീട്. ഇന്ന് അദ്ദേഹം നിശബ്ദനായി അവിടേക്ക് കടന്നു വരികയാണ്. അപ്പോഴും ആ വീട് മൂക്കസാക്ഷിയായി, എല്ലാത്തിനും മൂക്കസാക്ഷിയായ വീട് അവിടെയുണ്ട്. ഇപ്പോൾ നിശ്ചലനായി അദ്ദേഹം എത്തുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ഒരു ജനക്കൂട്ടം അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്രയോ നേരമായി കാത്തിരിക്കുന്ന ആളുകളാണ്. അവർക്കിടയിലേക്ക് പ്രിയ സഖാവിത എത്തിക്കൊണ്ടിരിക്കുകയാണ്. നടരാജ് പരശുരാമുണ്ട്. നടരാജ്, അങ്ങനെ ഒരുപാട് മണിക്കൂറുകളെടുത്ത് ആ കാത്തിരിപ്പിന് വിരാമമിടാൻ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വണ്ടാനം പിന്നിട്ട ശേഷം എത്ര സമയത്തോടു കൂടി അങ്ങോട്ട് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അവിടെ ഇപ്പോൾ നിലവിൽ പ്രമുഖ നേതാക്കളൊക്കെ ഉണ്ടോ? സാധാരണ ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ നമ്മൾ പറയാറുണ്ട് മനുഷ്യൻ ചരിത്രത്തിലേക്ക് മടങ്ങുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ആ ചരിത്രം ഒരു പക്ഷേ വിഎസിനോട് പറയുന്നുണ്ടാകാം, അങ്ങനെ അങ്ങാണ് ചരിത്രം, ഞാൻ അങ്ങയുടെ പുറകിൽ നിൽക്കാം എന്ന് പറയുന്നുണ്ടാകാം. അത്രമാത്രം ഈ ജിൽസി, ഞാനിപ്പോഴുള്ളത് വിഎസിന്റെ വസതിയിലാണ്. അല്പസമയത്തിനകം ഇവിടേക്ക് വിഎസിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടെ എത്തും. വലിയ ക്രമീകരണങ്ങൾ ഇവിടെ ഇന്നലെ വൈകുന്നേരം മുതൽ ഒരുക്കിയിട്ടുണ്ട്. വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നിരവധി CPM-ന്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുതിർന്ന നേതാക്കളും അണികളും പ്രവർത്തകരും ഒക്കെ തന്നെ അക്ഷമരായി കാത്തിരിക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ട വിഎസിനെ ഒരു നോക്കു കാണാൻ. ഏതാണ്ട് 20 മണിക്കൂറിലധികം ഇവരുടെ കാത്തിരിപ്പ് തുടരും. MA ബേബി മുതൽ മന്ത്രി സജി ചെറിയാൻ വരെ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങി മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. വലിയ ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. നമ്മളൊപ്പം മന്ത്രി സജി ചെറിയാനുണ്ട്. വിഎസ് ഒരു വലിയ നഷ്ടമാണ്. അല്പസമയം കൂടി കഴിഞ്ഞാൽ അദ്ദേഹം എന്നേക്കുമായി നമുക്കൊപ്പം ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളേണ്ടി വരും. താങ്കൾ ആലപ്പുഴയിലെ ആളുകൾ എങ്ങനെയാണ് കാണുന്നത്? ആലപ്പുഴയിലെ പാർട്ടിക്കല്ല, കേരളത്തിലെ രാജ്യത്തെ പാർട്ടിക്ക് തീരെ മാത്രമല്ല സാമൂഹികമായി പിന്നോക്കം തൊഴിലാളി, മനുഷ്യത്തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, അത്ര ഏറ്റവും പാവപ്പെട്ടവർക്ക് സാമൂഹ്യ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സമരമാണ് മാർഗം, അല്ലാതെ മറ്റൊന്നില്ല എന്ന് കണ്ടെത്തി പി കൃഷ്ണപിള്ള നിയോഗിച്ച് ആ ദൗത്യം ഏറ്റെടുത്ത് പോരാടി ഐതിഹാസികമായ അറവുകാട് പ്രഖ്യാപനത്തോടുകൂടി മിച്ചഭൂമി സമരത്തിന്റെ ചാമ്പ്യനായി മാറി. അതിനു മുമ്പ് പുന്നപ്ര വയലാർ സമര നായകനായി മാറി, പിന്നെ ഭരണാധികാരിയായി മാറി. ആലപ്പുഴ ജില്ലയുടെ വികസനത്തിനും ആലപ്പുഴയിലെ ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തിക പുരോഗതിക്കും വിഎസ് ചെയ്തതുപോലെ ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ജനലക്ഷങ്ങൾ ആദരവോട് മണിക്കൂറുകളായി വിഎസിനെ കാത്തിരിക്കുന്നത്. അപ്പൊ അത് അർഹതപ്പെട്ട ഒരു കാര്യമാണ്. ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സ്നേഹമാണ് ഈ യാത്രയും. അപ്പൊ എല്ലാവരും കാത്തിരിക്കുകയാണ്. എത്ര മണിക്കൂറാണെങ്കിലും വിഎസിനെ ഒരു നോക്ക് കണ്ടിട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ആലപ്പുഴ ജില്ലയുടെ മുന്നേറ്റം അത് വിഎസിലൂടെയാണ്. ഈ ഒരു ചരിത്രമാണ്. ഏകദേശം ഒരു വർഷക്കാല ജീവിതമാണ് ആലപ്പുഴയുടെ ചരിത്രം. ആ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത ജനനായകനാണ്. അത് അധികാരത്തിൽ വന്നപ്പോഴും അധികാരത്തിന് പുറത്തു നിന്നപ്പോഴും സമരമാണ് ജീവിതം എന്ന് പഠിപ്പിച്ചു. ഞങ്ങളൊക്കെ അങ്ങനെ പഠിച്ചു. വിഎസ് ടച്ച് എപ്പോഴും ഉണ്ട്. അതാണ് വിഎസിന്റെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു ഭാഗം. അപ്പൊ ഞാൻ ജില്ലാ സെക്രട്ടറി 3 വർഷം വിഎസിന്റെ ഒരു ഇടപെടി, നിർദ്ദേശങ്ങൾ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിഎസ് ടച്ചിന് സ്നേഹം എന്നാണ് മന്ത്രി സജി പ്രസാദ്. എങ്ങനെ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നു? ഇനി അല്പം മണിക്കൂറുകൾ കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് നമ്മുടെ ഈ പ്രധാനപ്പെട്ട പഴയ കണ്ണേ കരളെ വിഎസ് എന്ന് പറഞ്ഞ് ഭൗതിക ശരീരവും എന്ന് പറഞ്ഞാൽ അതൊരു ലോകാത്ഭുതം. പുതിയ തലമുറയെ അത് നമ്മൾ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നും പുതിയ തലമുറ പഴയ ആൾക്കാർ ഇല്ല എന്നും പറയുന്നു.
17 കഴിയുന്ന രൂപത്തിലുള്ള ജൈവ ബന്ധം ക്രമീകരണം സ്ഥാപിച്ചിരിക്കുന്നത്.